ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന കാര്യം നിങ്ങൾ പലരും അറിഞ്ഞു കാണുമല്ലോ. സിനിമാ മേഖലയിൽ ഒരു വലിയ വിവാദങ്ങൾക്ക് തന്നെയാണ് ഇത് വഴിതിരിച്ചു വിട്ടിട്ടുള്ളത്. ഈ ഒരു റിപ്പോർട്ട് മുമ്പേ പ്രസിദ്ധീകരിച്ചതാണ്. ഇപ്പോഴത്തെ റിപ്പോർട്ടിൽ മുമ്പത്തെ റിപ്പോർട്ടിലുള്ളതുപോലെ എല്ലാ പേരുകളും ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. പല പേജുകളും കട്ട് ചെയ്തിട്ടാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത്. എന്തുതന്നെയായാലും പ്രമുഖന്മാരെ രക്ഷിക്കാനുള്ള അടവാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ ഒരു റിപ്പോർട്ടിൽ ഇപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നടിമാരെ നിർബന്ധിപ്പിക്കുന്നത് സംവിധായകരും നിർമ്മാതാക്കളും ആണെന്നാണ്. സിനിമാ മേഖലയിൽ വ്യാപക ലൈംഗിക ചൂഷണം കൂടി ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണം. ഇതൊക്കെ ഓൾറെഡി മുമ്പേ ഉള്ളതാണ്. കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള ആരോപണങ്ങൾ മുമ്പ് തന്നെ ഉള്ളതാണ്. ഇനി ചൂഷണം ചെയ്യുന്നവരിൽ പ്രധാന നടന്മാരും ആരൊക്കെയാണ് ഈ പ്രധാന നടന്മാരെന്ന കാര്യം ഒരിക്കലും പുറത്തുവിടാൻ പോകുന്നില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് വലിയ രീതിയിൽ തലവുണ്ടാക്കേണ്ട, കാരണം പിടിപാടുള്ള ആളുകളാണ് സിനിമ ഇൻഡസ്ട്രിയിലുള്ളത്. സെറ്റിൽ ഇടനിലക്കാർ പലവിധമെന്നാണ് പറയുന്നത്. പലതരത്തിലുള്ള പലവിധ ഇടനിലക്കാരുണ്ട്, സിനിമയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരല്ലാത്തവരുൾപ്പെടെ. ഇപ്പം എന്തായാലും ലൂസിഫർ ലൊക്കേഷനിൽ വന്നിട്ട് പോലീസ് വിവരശേഖരണം നടത്തിയിട്ടുണ്ട്. അത് റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ പേരിലുള്ള പ്രഹസന നടപടിയാവാൻ തന്നെയാണ് സാധ്യത. എന്തായാലും നല്ല രീതിയിൽ അന്വേഷണം വരട്ടെ, ഇത്തരം ആൾക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ എന്ന് പ്രതീക്ഷിക്കാം നമുക്ക്.